എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം കേട്ടോ, നമ്മളുണ്ടാക്കിയതൊന്നുമല്ല, ഇത് ലുലു പോയപ്പോൾ വാങ്ങിച്ചത് കേട്ടോ, ചിക്കൻ സോസേജ്. അപ്പോൾ ഇതിന്ന് നമുക്കിന്ന് ഉണ്ടാക്കാം. കണ്ടോ, ഇതിപ്പോൾ അവരിത് വേവിച്ച് ക്യൂബൊക്കെ ചെയ്ത് നമുക്ക് തന്നതാണ്. പക്ഷേ ഇത് അവർ വേവിച്ചാലും നമ്മളിതൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. വേവിച്ചെടുക്കാം. ആദ്യമേ തണ്ട ഞാൻ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇതൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം, വേവിച്ചെടുക്കാം. കണ്ടോ, അത് വേവട്ടെ. അതിന് വേവിട്ട് നമുക്ക് ഇത്തിരി കോൺഫ്ലവർ എടുക്കാം. കണ്ടേ, 1 സ്പൂൺ കോൺഫ്ലവർ കണ്ടില്ലേ. അതിൻ്റെ കൂടെ നമുക്ക് സോയാ സോസ്, തക്കാളി സോസ്, ചില്ലി സോസ്, ഇച്ചിരി ഉപ്പ്. ഇതിനകത്തൊക്കെ ഉപ്പുണ്ടായതുകൊണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിടണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപ്പ് ഒന്നും ഇടണ്ട. ഇത്തിരി കാശ്മീരി മുളക് പൊടിയും ഇത്തിരി ഗരം മസാലയും മാത്രം ഇട്ട്, ഗരം മസാല, ചിക്കൻ മസാല ഏതെങ്കിലും ഇട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒന്നുമില്ല, എല്ലാവർക്കും ഒക്കെ അറിയാം, എന്നാലും ഞാനൊന്ന് വെറുതെ ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. കണ്ടേ, ഇതിലോട്ട് നമുക്ക് ഇച്ചിരി സോയാ സോസ് ശകലം ഒഴിക്കാം കേട്ടോ. ഇനി കൂടുതൽ വേണ്ടുന്നവർക്ക് ഒഴിക്കാം. ഞാനൊരു 1/2 സ്പൂണേ എടുക്കുന്നുള്ളൂ. 1/2 സ്പൂൺ ഒഴിച്ചു. ഇതിനൊക്കെ തന്നെ ചില്ലി, പച്ചമുളക് ഒന്നും ഇടുന്നില്ലല്ലോ, അപ്പോൾ ചില്ലി സോസും ചെറിയൊരു സ്പൂൺ എടുത്തു. ഇനി നമുക്ക് തക്കാളി സോസ്, അതൊരു നല്ല നിറച്ചൊരു സ്പൂൺ എടുത്തു. ഇനി നമ്മുടെ ചിക്കൻ മസാല കുറച്ച് മതി. ചിക്കൻ മസാല ഒരു ചെറിയ സ്പൂൺ എടുത്തു. കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ എടുത്തു. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പിട്ടിട്ടില്ല, ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി, കാരണം ഈ സോസുകളിലെല്ലാം നല്ല ഉപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തു. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഓർഗാനിക്കിൻ്റെ ഏതെങ്കിലുമൊക്കെ ഇടാം, പക്ഷേ അതൊന്നും ഇപ്പം സ്റ്റോക്കില്ല. ഇപ്പോൾ ഈ സിമ്പിളായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി കേട്ടോ. അതത് വാങ്ങിച്ചപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഇത് ചിക്കൻ ഇങ്ങോട്ട് തിളച്ച് വെന്തിട്ടുണ്ട്, നമുക്ക് എടുത്തുകൊണ്ട് വരാം. കണ്ടില്ലേ, ഈ അരപ്പെല്ലാം ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ മിക്സ് ചെയ്തു. വറുത്ത് പോയി ഇത് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, ഇങ്ങനെ പീസാക്കി വേണമെങ്കിൽ പീസാക്കാം, ഇങ്ങനെ പീസാക്കി വേണമെങ്കിലും ആക്കിയെടുക്കാം, ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ ടേസ്റ്റ്. നമുക്കതെല്ലാം ഒന്ന് ചെറുതാക്കാം, കാരണം സ്പൂൺ വെച്ച് കോരി കഴിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ അകത്ത് ഇച്ചിരി എരിയും മധുരവും ഒക്കെ കയറും. നമുക്കിതെല്ലാം ഒന്ന് ചെറുതാക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. ഓക്കെ, എല്ലാം ഞാൻ ചെറുതാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി കുറച്ച് എണ്ണ ഒഴിക്കുക, ഫ്രൈ ആക്കുക, ഇത്രയേ ഉള്ളൂ. എങ്ങനെയായത് എന്തായാലും നമ്മൾ മേടിച്ചുകൊണ്ട് വന്നാൽ ഒന്നും കൂടെ നമ്മൾ ഇതൊന്ന് തിളപ്പിക്കണം കേട്ടോ. അവരൊക്കെ ചെയ്യുന്നില്ലയോ, ഫ്രഷാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി നമ്മളൊന്നും കൂടെ ഒന്ന് വേവിക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് വറുത്തെടുക്കാം. വറുക്കണ്ട, ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൽ കുറച്ച്
വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർക്കാനുണ്ടായിരുന്നു, മറന്നുപോയി കേട്ടോ. അതിപ്പോൾ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സിയാക്കി നമ്മുടെ എണ്ണയൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. നമുക്ക് അതോടിടാം. നല്ലോണം നോക്കണം. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതേപോലെയും ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ സോസേജൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് കണ്ടില്ലേ. നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാം കേട്ടോ. ഉപ്പ് ഇട്ടില്ല ഞാൻ, പക്ഷേ ഉപ്പൊക്കെ ഉണ്ട്. കൊള്ളാം. ഓക്കേ.